നമസ്കാരം. പതിരും കതിരും. സർപ്പം എന്ന സിനിമയ്ക്ക് വേണ്ടി ബിച്ചു തിരുമല എഴുതിയ ഒരു പാട്ടിൻ്റെ വരികൾ ഓർമ്മയില്ലേ? വാടക വീടൊഴിഞ്ഞു, ഞാൻ എൻ്റെ വാടക വീടൊഴിഞ്ഞു, വാതിൽ താഴിട്ട് താക്കോലേൽപ്പിച്ചു, വേദനയോടെ പടിയിറങ്ങി, ഒറ്റയ്ക്കിരുന്നു ഞാൻ സ്വപ്നങ്ങൾ നെയ്തത് ഈ കൊച്ചു മൺകൂരയിലായിരുന്നു, ഈ മരത്തൂണും കഴുക്കോലുമൊക്കെ എൻ ഇഷ്ടജനങ്ങളായി തീർന്നിരുന്നു. ക്ലിഫ് ഹൗസിലെ കഴിഞ്ഞ 10 വർഷത്തെ പൊറുതി മതിയാക്കി പിണറായി വിജയനും കുടുംബവും ക്ലിഫ് ഹൗസ് ഒഴിഞ്ഞു. ആ കുടുംബം ഒറ്റയ്ക്കിരുന്ന് എന്തൊക്കെ സ്വപ്നങ്ങൾ നെയ്തു കൂട്ടി. ആ കുളവും ജലധാരയും ലിഫ്റ്റുമൊക്കെ അവരുടെ ഇഷ്ടഭാജനങ്ങളായിരുന്നു. നഗരത്തിൽ തന്നെയുള്ള വാടക വീട്ടിലാണ് ഇനി താമസം. ഡൽഹിയിൽ നിന്നും PB കഴിഞ്ഞ് ക്ഷീണിച്ച് നേരെ വാടക വീട്ടിലേക്കാണ് വന്നത്. സ്വീകരിക്കാൻ ശിവൻകുട്ടി കാത്തുനിന്നു. ഗോവിന്ദനും റിയാസും ഒക്കെ ഉണ്ടായിരുന്നു ഗൃഹപ്രവേശത്തിന്. ഗോവിന്ദൻ്റെ കാർ ഏതാണ്ട് പോയ മട്ടാണ്. അത് പിണറായി വിജയൻ കൊണ്ടുപോയി. 18 പിഴച്ചെല്ലാനുള്ള കാറിലാണ് മുൻ മുഖ്യമന്ത്രിയുടെ ഇപ്പോഴത്തെ യാത്രയൊക്കെ. അത്രയ്ക്ക് വലിയ പൊക്കമില്ലാത്ത മതിലാണ് ആ വീടിൻ്റെ. നീന്തൽക്കുളമില്ല, 2ാം നിലയിലേക്ക് ലിഫ്റ്റില്ല, നറും പാല് കുടിക്കാൻ നന്ദിനി പശുക്കൾ ചുരത്തുന്നില്ല, ചാണകത്തൊഴുത്തില്ല, വേണ്ടി വന്നാൽ വെടിവെക്കാനുള്ളൊരു ഗൺമാനും ഒറ്റക്കാറിൻ്റെ അകമ്പടിയുമാണ് ഇപ്പോഴുള്ളത്. പുതിയ വീട്ടിൽ എത്ര മുറിയുണ്ടെന്നെങ്കിലും ദുബായിലിരിക്കുന്ന മകനോട് ഒന്ന് പറഞ്ഞു കൊടുക്കണേ. ക്ലിഫ് ഹൗസിലെ മുറിയുടെ എണ്ണം പോലും എൻ്റെ പാവം മോൻ അറിയില്ല എന്നായിരുന്നു പറഞ്ഞത്. ഇപ്പോൾ പൂർണ്ണമായും സഖാക്കളുടെ കാവലിലാണ് പിണറായി വിജയൻ്റെ സഞ്ചാരം. ആ വാടകയ്ക്കെടുത്തിട്ടിരിക്കുന്ന ഹെലികോപ്റ്റർ പറഞ്ഞു വിട്ടോ അതോ ചാലക്കുടിയിലെ ഹെലിപ്പാഡിൽ കിടക്കുകയാണോ? പിണറായിക്ക് വിഷമമാകുമെന്ന് കരുതി പരാജയത്തിൻ്റെ ഉത്തരവാദിത്വം എല്ലാവരും കൂടി പങ്കിടാൻ PB തീരുമാനിച്ചു കഴിഞ്ഞു. പരാജയത്തിന് പിണറായി വിജയനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതാണ് അവരുടെ കണ്ടെത്തൽ. മുഖ്യമന്ത്രിയായിട്ടിരുന്ന കാലത്ത് പിണറായി വിജയന് കിട്ടിയ സമ്മാനങ്ങളെല്ലാം AKG സെന്ററിന് കൊടുക്കുമത്രേ. പിണറായി വിജയന് ജനങ്ങൾ കൊടുത്ത നല്ല ഒന്നാന്തര സമ്മാനമുണ്ട്, അത് എങ്ങോട്ട് കൊടുക്കും? പിണങ്ങിയാൽ പ്രതിപക്ഷ നേതാവാകാനില്ല എന്നറിയാവുന്നത് കൊണ്ട് PB മയത്തിലാണ് സംസാരിച്ചതെല്ലാം. പിണറായി പ്രതിപക്ഷ നേതാവാകുമോ എന്ന കാര്യം PB അല്ല തീരുമാനിക്കേണ്ടത്. അത് പിണറായി ബ്യൂറോയുടെ അധിപനായ കാരണഭൂത ദേഹം തന്നെ തീരുമാനിക്കുമത്രേ. പ്രതിപക്ഷ നേതാവ് എന്ന പദവി വേണ്ടെന്ന് വെച്ചതുകൊണ്ടാണല്ലോ നഗരത്തിൽ വലിയ വീടെടുത്തത്. അതോ ഇനി ജനങ്ങളുടെ സ്പന്ദനങ്ങൾ തൊട്ടറിയാൻ നഗരമധ്യത്തിൽ വന്ന് താമസിക്കുകയാണോ? തൽക്കാലത്തേക്ക് താമസിക്കാനായിരുന്നെങ്കിൽ ചിന്താ ഫ്ലാറ്റിലോ AKG ഫ്ലാറ്റിലോ പോയി താമസിക്കാമായിരുന്നു. അതിൽ നിന്ന് ഒന്ന് മനസ്സിലാക്കാം, പ്രതിപക്ഷ നേതാവാകാൻ തൽപര കക്ഷി അല്ല. എന്തെല്ലാം തൊല്ലയാണെന്നോ പ്രതിപക്ഷ നേതാവിൻ്റെ പണി. ഭരണത്തിലിരുന്ന് സുഹിക്കുന്നത് പോലെയല്ലത്. നാടാകെ നടക്കേണ്ടി വരും, പ്രസംഗിക്കണം, പലവിധ പ്രശ്നങ്ങളിൽ ഇടപെടണം, വാക്കുകൊടുക്കണം, മറ്റവന്മാരെ കട്ടയ്ക്ക് നിന്ന് എതിർക്കേണ്ടി വരും. ഭരണത്തിലിരുന്ന് തൊഴിൽ സമരങ്ങളോട് കാണിച്ച നെറുകേട് അറിയാവുന്നത് കൊണ്ട് ഈ മനുഷ്യനെ ഒരു ഉദ്ഘാടകനായി പോലും ഒരു തൊഴിൽ സമരക്കാരും വിളിക്കില്ല. പരാജയം കൂടുതൽ തളർത്തിയിരിക്കുകയാണ് പിണറായി സാറിനെ. കഴിഞ്ഞ ഒരാഴ്ചയായി വായിൽ നാക്കുള്ളതിൻ്റെ യാതൊരു ലക്ഷണവുമില്ല. അത് ആമാശയത്തിൽ ആണ്ട് കിടക്കുകയാണ്. വല്ല പാതാള കരണ്ടിയും കൊണ്ടുവന്ന് ആ നാക്ക് പൊക്കിയെടുക്കണം. അധികാരം കയ്യിലുള്ളത് കൊണ്ടാണ് പഴയ വിജയനായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെയൊന്നുമല്ല എന്ന് പറഞ്ഞ പുള്ളിയ. അധികാരമില്ലാത്ത പഴയ മുഖ്യനായിട്ടും വായ് തുറക്കുന്ന ലക്ഷണമല്ല. തോക്കിൻ്റെയും ഉണ്ടംപൊരിയുടെയും ഇടയിലൂടെ നെഞ്ചു വിരിച്ച് നടന്ന പുള്ളിയാണ്. ക്യാമറകൾ കാണുമ്പോൾ കൂടുതൽ കുനിഞ്ഞാണ് ഇപ്പോഴത്തെ നടപ്പ്. ധീരനായ ഒരു വിപ്ലവകാരി ഇങ്ങനെയാണോ ചെയ്യേണ്ടിയിരുന്നത്? മൂന്നാമതും ഭരണം കിട്ടിയിരുന്നെങ്കിൽ ഒരു കാച്ചിയേനെ. പിണറായിക്ക് ഇത്തരത്തിൽ മോഹഭംഗമുണ്ടാക്കിയ ആ ഇൻ്റലിജൻസുകാരെ ഒന്ന് സമ്മതിച്ചു കൊടുക്കണം. തിരുവുള്ളക്കേട് ഉണ്ടാകുമെന്ന് കരുതി സത്യങ്ങളെല്ലാം മറച്ചു വെച്ചു. ഭരണാധികാരി രാജാവായാൽ സംഭവിക്കുന്ന ഒരു കുഴപ്പമാണിത്. പ്രജകളും സൈന്യവും മന്ത്രിമാരുമൊക്കെ പുകഴ്ത്തിക്കൊണ്ടേയിരിക്കും. ഭരണം പോകുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല എന്നാണ് KV തോമസ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. LDFിൻ്റെ കൺവീനറും അങ്ങനെ തന്നെ പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു ജയിക്കുമെന്ന്, സതീശൻ പറഞ്ഞു തോൽക്കുമെന്ന്. അയാൾ പറഞ്ഞത് സത്യമായി. തികച്ചും സത്യസന്ധനാണ് UDFിൻ്റെ കൺവീനർ. ഇപ്പോൾ വേടനെയും കാണാനില്ല, വിനായകനെയും കാണാനില്ല. LDF ഇല്ലെങ്കിൽ ഞാൻ ആരെ മുണ്ടുപൊക്കി കാണിക്കുമെന്ന ദുഃഖത്തിലാണ് വിനാശകൻ. വിജയൻ സർക്കാർ എത്ര കോടിയാണ് വേടനും വേണ്ടപ്പെട്ടവർക്കും കൂത്താടാൻ ചെലവാക്കിയത്? നമ്മുടെ ലാലേട്ടൻ ഭരണമാറ്റം വല്ലതും അറിഞ്ഞോ എന്തോ? വന്ന് വെളുപ്പിച്ചു കൊടുത്തിട്ടും ഒരു ഗുണവും ഉണ്ടായില്ലല്ലോ സാറേ. കമലഹാസനും പ്രകാശ് രാജും എന്നു വേണ്ട, പിണറായിക്കൊപ്പം സെറ്റ് പിടിച്ച സ്റ്റാലിൻ വരെ ഗുണം പിടിച്ചില്ല. ഫാറൂഖ് അബ്ദുള്ളയെ കെട്ടിപ്പിടിച്ച് വാരിയല്ലൊടിച്ചു വിട്ടു. അങ്ങേരുടെ അവസ്ഥ എന്തായോ എന്തോ. പിണറായിക്ക് താമസിക്കാൻ ചിന്താ ഫ്ലാറ്റ് ഒരുക്കിയെന്ന് കേട്ടപ്പോഴേ തോന്നി
ഒരു ഫ്ലാറ്റിൽ ഒതുങ്ങുന്ന ജീവിതമല്ല ഇതെന്ന്. ഏത് മുതലാളിയുടേതായാലും പിണറായി വിജയന്റെ കയ്യിൽ നിന്നും വാടക വാങ്ങാനുള്ള ധൈര്യം അവർക്കുണ്ടാകില്ല. ഗതികേടിന് സതീശനെങ്ങാനും മുഖ്യമന്ത്രിയായാൽ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകാൻ വരികയുമില്ല. അതറിഞ്ഞിട്ട് വേണം കാര്യങ്ങൾ തീരുമാനിക്കാൻ. ഇടയ്ക്കിടയ്ക്ക് സംവാദത്തിന് വിളിച്ചാൽ പിണറായിക്ക് ഒളിക്കാൻ FB അല്ലാതെ വേറെ മാർഗമില്ല. അല്ലെങ്കിൽ പിന്നെ പനിയാണെന്ന് പറഞ്ഞ വീട്ടിൽ പുതച്ചു മൂടിക്കിടക്കേണ്ടി വരും. പിണറായി വീണ്ടും വരാഞ്ഞതും ഒരർത്ഥത്തിൽ നന്നായി. പാവപ്പെട്ട എന്ന വാക്ക് ഡിക്ഷണറിയിലേ ഉണ്ടാകില്ല എന്നാണ് ഗോവിന്ദൻ പറഞ്ഞത്. പാവം ഒരു വാക്ക് രക്ഷപ്പെട്ടു. പിണറായി സർക്കാർ ഉണ്ടാക്കിയ വികസനങ്ങളൊന്നും ജനങ്ങളിൽ എത്തിയില്ല പോലും. 220 കോടി മുടക്കി പരസ്യം നൽകിയിട്ടും അത് ജനങ്ങൾ കാണാതെ പോയത് ഭയങ്കരമായി പോയി. സീരിയൽ കണ്ട വീട്ടമ്മമാർ അതിനിടയിൽ വരുന്ന പിണറായി തല കണ്ട് പേടിച്ച് ഒന്നടങ്കം ഇറങ്ങി വോട്ട് മറിച്ച് ചെയ്യുകയായിരുന്നു. എന്തായാലും സ്വപ്നങ്ങൾ കണ്ടു തീരാത്ത മനുഷ്യനെ മാളിക മുകളിൽ നിന്നും വാടക വീട്ടിലേക്കുള്ള വീഴ്ച അതിഭയാനകമായിരുന്നു. വീഴ്ചയുടെ ആഘാതത്തിൽ നാക്കിനെല്ലുണ്ടായിരുന്നെങ്കിൽ അതും ഒടിഞ്ഞു പോയേനെ.